അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ഒരു അയൽവക്കക്കാർ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ പോലും നമ്മൾ സംസാരിക്കാത്ത ഭാഷ, അല്ലെങ്കിൽ ഒരു ചന്തയിൽ അവിടെയുള്ള സ്ത്രീകൾ, കച്ചവടക്കാർ അവിടെ അടികൂടുമ്പോൾ സംസാരിക്കാത്ത ഭാഷയൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഈ വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ അച്ഛൻ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അച്ഛൻ എപ്പോഴാണ് മരിച്ചതെന്ന് നെറ്റിൽ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 1989 അതായത് മോദി ജനിച്ചു കഴിഞ്ഞ് പിന്നെയും 39 വർഷം കഴിഞ്ഞ്. 1989 മരിച്ച നരേന്ദ്രമോദിയുടെ അച്ഛനെ അവർ 1947 കൊന്നു. അതിനുശേഷം പിതാവില്ലാതെ ജനിച്ചതാണോ നരേന്ദ്രമോദി എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. നരേന്ദ്രമോദിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ കണ്ട കാര്യം നിനക്ക് എങ്ങനെ അറിയാം? നമ്മളൊക്കെ ജീവനാണ് ജീവൻ. ഇതെന്റെ കിറ്റന് അതുക്കും മേലെ കിട്ടും. എന്റെ ഈ മനസ്സിലെ മീഡിയയുടെ മുന്നേ ഇങ്ങനെ കീരും നോക്കിക്കോ ചേച്ചി. ജീവിതം പോലെ നശിപ്പിച്ച് കളമി ജാൻമണി ദാസ്. നീയല്ലേ പണി കിട്ടിയ ഞാനൊരു കാര്യം പറയാം. എന്റെ കൂടെ കളിക്കണമെന്നുണ്ടെങ്കിൽ കിട്ടണം. എനിക്ക് അത്ര ദിവസമായിട്ട് എന്റെ ഉള്ളിലേക്ക് ഉണ്ടോ കൈ ഉണ്ടാവില്ല ഈ ജീവിതം. അതെ, ഇവൻ തന്നെ. ഈ ഫോട്ടോയിലെ ഫേസിലെ ചുണ്ടി ചളിക്കിപ്പോ ഇവൻ തന്നെ. അയ്യോ, അത് ഞാനല്ല. നീ തന്നെ. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്. കൺട്രിമേൻ, ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിച്ചുപോയത് 1947. നരേന്ദ്രമോദി ജനിച്ചത് 1950. അവൻ ആദ്യം അവന്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ എന്ന്. ഒരു അയൽവക്കക്കാർ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ പോലും നമ്മൾ സംസാരിക്കാത്ത ഭാഷ, അല്ലെങ്കിൽ ഒരു ചന്തയിൽ അവിടെയുള്ള സ്ത്രീകൾ, കച്ചവടക്കാർ അവിടെ അടികൂടുമ്പോൾ സംസാരിക്കാത്ത ഭാഷയൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഈ വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അവരെന്താണ് പറഞ്ഞതെന്ന് ലളിതമായിട്ട് പറഞ്ഞാൽ, നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞു വെച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1947 നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിക്കുന്നു. 3 വർഷം കഴിഞ്ഞ് 1950 നരേന്ദ്രമോദി ജനിച്ചതെന്നാണ്. അപ്പോൾ അതിലും കൂടിയ രീതിയിൽ ഒരു സ്ത്രീയെ അപമാനിക്കാനില്ല. നരേന്ദ്രമോദിയുടെ അമ്മയാണ് അപമാനിച്ചത്. 100 വയസ്സിന് മുകളിൽ ചെന്ന് മരണപ്പെട്ടു പോയ ഒരമ്മയാണ് നരേന്ദ്രമോദിയുടേത്. ആ സ്ത്രീയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയല്ലേ, ആ മനുഷ്യനെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയല്ലേ. ഒരു ഫേക്ക് വീഡിയോ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർക്ക് എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയതെന്ന് പോലും അറിയില്ല. എന്തൊക്കെയോ പുലമ്പുകയാണ്. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. സത്യം എന്താണ്? ഇന്ന് ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് ആർക്കാണെങ്കിലും ഒരു വിവരം അറിയാൻ എളുപ്പമാണ്. നരേന്ദ്രമോദിയുടെ അച്ഛൻ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അച്ഛൻ എപ്പോഴാണ് മരിച്ചതെന്ന് നെറ്റിൽ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 1989 അതായത് മോദി ജനിച്ചു കഴിഞ്ഞ് പിന്നെയും 39 വർഷം കഴിഞ്ഞ്. അവർ പറഞ്ഞു വെച്ചത് നോക്കുക. 1989 മരിച്ച നരേന്ദ്രമോദിയുടെ അച്ഛനെ അവർ 1947 കൊന്നു. അതിനുശേഷം പിതാവില്ലാതെ ജനിച്ചതാണോ നരേന്ദ്രമോദി എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിച്ച് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടിൽ കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്നത്. ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്. നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് ഉപരിയായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനുപരിയായിട്ട് ആ പദവിക്കാണ് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടത്. മനുഷ്യരെ, എത്ര വലിയ അശ്ലീലമാണ് ഇവർ ഈ പറയുന്നതെന്നറിയാമോ? അപ്പൊ ഹലോ ഫ്രണ്ട്സ്, ആരാ ഈ കിളവന്റെ ഫ്രണ്ട്സ് എന്ന്? ഇവർക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ എന്ത് ധൈര്യമാണ്? എന്ത് ധൈര്യമാണ്? ഈ ധൈര്യം കൊടുത്തത് നമ്മുടെ നാട് തന്നെയാണ്. നമ്മുടെ നാടിന്റെ പ്രശ്നമാണ് ഇവർ ഇങ്ങനെ സംസാരിക്കാൻ കാരണം. 100% ഞാൻ യോജിക്കുന്നു. ടച്ച് മീ ഓൾ ഓവർ ഇന്ത്യ ട്രാൻസ്ജെൻഡർ വിൽ കം. മത് സംജോ, മത് കരോ. അത് നമ്മളെ പേടിക്കില്ല മാത്രം. എനിക്ക് അവിടെ തരത്തില്ല, ഞാൻ 3 തരും, അത്രയേ ഉള്ളൂ. പോലീസ് ആയിക്കോട്ടെ. ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാണ് ഷമീറെ ഈ ഹൈ റേഞ്ച് ഹക്കീം. പ്രധാനമന്ത്രിയെയും അമ്മയെയും അധിക്ഷേപിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡറുമായ ജാൻമണിക്കെതിരെ കേസ്.
DGPക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും പരാതി നൽകിയിരുന്നു. സംഗതി സത്യ, ആ റിപ്പോർട്ട് കോടതിയിലെത്തിയ പകുത്തു പോകും. ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇവരിപ്പോൾ മാപ്പും കോപ്പും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെയല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. എന്നിട്ട് സോ എനിക്ക് ചിലപ്പോ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാൻബ എങ്ങനെയാണ്, ഇതാ ശരിയില്ലതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. എന്തും അങ്ങ് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, അറിയാതെ ഒരു ആവേശത്തിൽ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരാളെ കുത്തിയിട്ട് കത്തി കൊണ്ട് കുത്തി കയറ്റിയിട്ട് അയ്യോ ഞാൻ പെട്ടെന്ന് അറിയാതെ ഒരു ആവേശത്തിന് ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞാൽ ആ ആളുടെ ജീവൻ തിരികെ കിട്ടുമോ? അല്ലെങ്കിൽ ആ മുറിവില്ലാതെ വരുമോ? ഏറ്റ മുറിവ് തന്നെയാണ്. മുറിവിന് പരിഹാരം മരുന്ന് തന്നെയാണ്. ആ മരുന്നൊക്കെ കിട്ടിയാലേ ഇവരൊക്കെ അടങ്ങുകയുള്ളൂ. പിന്നെ ഞാൻ എന്താ ചെയ്യും എനിക്കറിയില്ല. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി and from India, from Kerala, from everywhere it was coming. So എനിക്ക് സെക്ടറിൽ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല. ഞാൻ ബേസിക്കലി നമ്മളുടെ PMക്കും ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ I was just asking how come one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. പറ്റിപ്പോയി. Really sorry. So എന്റെ ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതവിടെ തമാശയായിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. താങ്ക് യു. ഇനി ഞാൻ പറയാൻ വന്നൊരു കാര്യം കൂടെ ഉണ്ട്. ഈ വ്യക്തി ആരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എന്നറിയാമോ? അതെ, രഞ്ജിനി ഹരിദാസിൻ്റെ. ഈ വ്യക്തിയുമായിട്ടാണ് രഞ്ജിനി ഹരിദാസ് ഡൽഹിയിൽ പോയി പാറ്റാ സമരത്തിന് പിന്തുണ കൊടുത്തത്. രഞ്ജിനി ഹരിദാസ് എന്ന പാറ്റാ സമരത്തിൻ്റെ സപ്പോർട്ടറായി, സീസണൽ സപ്പോർട്ടറായി മാറിയ ആ വ്യക്തിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഈ പറഞ്ഞ ജാൻമണി എന്ന ട്രാൻസ് വുമൺ. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെയാണ് സഹവാസം. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ സഹവസിക്കുന്നവരിൽ നിന്ന് എന്ത് മാന്യതയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കേണ്ടത്? റിയലി സോറി. സോ എന്റെ ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതവിടെ തമാശയായിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഞാൻ ബിസിനസ് ക്ലാസ്സിലെ ഫ്ലൈ ചെയ്യുന്ന ഒരു ആളാണ് 2006 മോഡല്. ഞാനൊരു തട്ടിമുട്ടി റോഡിലെ ഇരിക്കുന്ന ആളല്ല. എന്റെ കൂടെ ആളായിക്കോട്ടെ ഇവിടെ സംസാരിക്കണമെങ്കിൽ മര്യാദക്ക് സംസാരിക്കണം. എന്റെ ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിന്റെ താഴെ പോയിട്ട് ആളെ സംസാരിക്കല് ഞാൻ ഒടുക്കിലും വിടില്ല.